എങ്ങനെയാണ് കുരിശ് വരയ്ക്കുക? ഇടതുനിന്ന് വലത്തേക്കാണോ അതോ വലതുനിന്ന് ഇടത്തേക്കാണോ? രണ്ടും ശരിയാണ്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള പാരമ്പര്യങ്ങളാണെന്ന് മാത്രം. ഇടതുനിന്ന് വലത്തേക്ക് കുരിശ് വരയ്ക്കുന്നതാണ് റോമൻ പാരമ്പര്യം, അതായത് പാശ്ചാത്യ പാരമ്പര്യം. വലതുനിന്ന് ഇടത്തേക്ക് വരയ്ക്കുന്നതാണ് പൗരസ്ത്യ പാരമ്പര്യം, ഈസ്റ്റേൺ ട്രഡീഷൻസ്. ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ് അതുപോലെ തന്നെ പൗരസ്ത്യ കത്തോലിക്ക സഭകളൊക്കെ പിന്തുടരുന്ന പാരമ്പര്യമാണ്. രണ്ടിലും വളരെ ആഴമേറിയിട്ടുള്ള ദൈവശാസ്ത്രപരമായിട്ടുള്ള ധ്യാന ചിന്തകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് അതിലേക്കൊക്കെ ഉടനെ തന്നെ വരാം. എങ്കിലും ഞാൻ എന്തുകൊണ്ടായിരിക്കാം ഇതൊക്കെ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്, അല്ലേ? അതാ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. അതായത് ഇടതുനിന്ന് വലത്തേക്ക് വരയ്ക്കുന്നത് മാത്രമാണ് ശരിയായ രീതി, മറ്റേത് മാനിക്കേയൻ പഷണ്ഡതയാണ് എന്നതാണ് പോസ്റ്റ്മാൻ്റെ അവകാശവാദം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബൈബിളിൽ ഒരിടത്തും എങ്ങനെയാണ് കുരിശ് വരയ്ക്കേണ്ടതെന്നൊന്നും പഠിപ്പിച്ചിട്ടില്ല. മാത്രമല്ല ചരിത്രത്തിൽ ഇന്നോളം ഏത് ഡയറക്ഷനിൽ കുരിശ് വരയ്ക്കണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും സഭ ഒരു മാർഗനിർദ്ദേശങ്ങളും നൽകിയിട്ടില്ല. സഭയുടെ ഔദ്യോഗിക രേഖകളൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് കാനൻ നിയമം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം. ഇതിലൊന്നും ഏത് ഡയറക്ഷനിലാണ് കുരിശ് വരയ്ക്കേണ്ടതിനെ കുറിച്ചുള്ള യാതൊരു ഡയറക്ഷൻസും ഇല്ല. അങ്ങനെയിരിക്കെ ഇടതുനിന്ന് വലത്തേക്ക് വരയ്ക്കുന്നത് മാത്രമാണ് ശരിയെന്ന് നിങ്ങൾ ശഠിക്കുന്നെങ്കിൽ ഏത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് പറയണം. അല്ലെങ്കിൽ ഏത് സഭാ പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നതെന്ന് പറയണം. അല്ലാതെ സ്വയം മാർപ്പാപ്പ ചമഞ്ഞുകൊണ്ട് നിങ്ങളുടേതിൽ നിന്നും വിഭിന്നമായ ദൈവശാസ്ത്ര ചിന്തകളെയൊക്കെ പാഷണ്ഡതകളായിട്ട് പ്രഖ്യാപിക്കുന്ന, ഹെരസിയായിട്ട് പ്രഖ്യാപിക്കുന്ന ഇത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വൈവിധ്യങ്ങളൊക്കെ പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ മാത്രമാണ്. കൂടാതെ വ്യക്തിപരമായിട്ടുള്ള ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളും ധ്യാന ചിന്തകളും എന്നതിനപ്പുറത്തേക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു ഡോഗ്മയും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. ഈ പോസ്റ്റിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് പോലെ ഇടതു നിന്ന് വലത്തേക്ക് കുരിശ് വരയ്ക്കുന്നതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ, തിന്മയുടെ, അജ്ഞതയുടെ അവസ്ഥയിൽ നിന്നും നന്മയുടെ കൃപാവരത്തിൻ്റെ അവസ്ഥയിലേക്ക് ക്രിസ്തുവിലൂടെ ഉള്ള ഒരു വിശ്വാസിയുടെ തീർത്ഥയാത്ര, അല്ലെങ്കിൽ അന്ധകാരത്തിൽ നിന്നും യഥാർത്ഥ പ്രകാശമായ ക്രിസ്തുവിലേക്ക് ക്രിസ്തുവിലൂടെയുള്ള യാത്ര എന്നൊക്കെയാണ് ഇവിടുത്തെ ധ്യാന ചിന്തകൾ. നേരെ മറിച്ച് വലതുനിന്നും ഇടത്തേക്ക് കുരിശ് വരയ്ക്കുമ്പോൾ ഈ പോസ്റ്റിൽ പറയുന്ന പോലെ നന്മയിൽ നിന്നും തിന്മയിലേക്ക് എന്നല്ല, നേരെ മറിച്ച് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് പോലെ ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല എന്നതാണ്. അതായത് അന്ധകാരത്തിൻ്റെ മേലുള്ള പ്രകാശത്തിൻ്റെ വിജയമാണ് വലതു നിന്നും ഇടതുവശത്തേക്ക് കുരിശ് വരയ്ക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്നത്. കൂടാതെ തിന്മയുടെ, പാപത്തിൻ്റെ, മരണത്തിൻ്റെ മേലുള്ള ക്രിസ്തുവിൻ്റെ വിജയമാണ് ഇവിടെ ധ്യാന വിഷയമായിട്ടുള്ളത്. പലർക്കും അറിയത്തില്ലാത്തൊരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ധ്യാനാത്മകമാണ്. അതായത് നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾക്കപ്പുറം നമ്മുടെ മനസ്സിൽ നമ്മൾ നിറയ്ക്കുന്ന ധ്യാന ചിന്തകൾ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഉദാഹരണത്തിന് നമ്മൾ കൊന്ത ചെല്ലുമ്പോൾ രഹസ്യങ്ങൾ ധ്യാനിക്കാറുണ്ട്, ഇല്ലേ? സ്വർഗസ്ഥനായ പിതാവേ, നന്മ നിറഞ്ഞ മറിയമേ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ആവർത്തിച്ചുച്ചരിക്കുമ്പോഴും ഈ നേരമത്രയും നമ്മൾ ധ്യാനിക്കുന്ന രഹസ്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ഇടതുനിന്ന് വലത്തേക്കോ വലതുനിന്ന് ഇടത്തേക്കോ കുരിശ് വരയ്ക്കുന്നത് ഏതെങ്കിലും ഫോർമലായിട്ടുള്ള ഡോക്ട്രിൻസിൻ്റെ ഭാഗമല്ല. ഇത് വളരെ വ്യക്തമായും വ്യക്തിപരമായിട്ടുള്ള ധ്യാന ചിന്തകളുടെയും ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകളുടെയും പാശ്ചാത്യ പൗരസ്ത്യ പാരമ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങളുടെയും ഭാഗം മാത്രമാണ്. ഇത്തരം വൈവിധ്യങ്ങളാർന്നിട്ടുള്ള പാരമ്പര്യങ്ങളും ദൈവശാസ്ത്ര ചിന്തകളും ഉൾക്കൊള്ളുന്നത് തന്നെയാണ് കത്തോലിക്ക വിശ്വാസം എന്ന് പറയുന്നത്. അതായത് തിരുവചനത്തെയോ ബൈബിളിൻ്റെ പഠനത്തെയോ കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങളെയോ കോൺട്രഡിക്റ്റ് ചെയ്യാത്തടത്തോളം കാലം എനിക്കും നിങ്ങൾക്കും നമ്മുടേതായിട്ടുള്ള ദൈവശാസ്ത്ര കാഴ്ചപ്പാടുകൾ, വിഭിന്നങ്ങളായ വൈവിധ്യങ്ങളാർന്ന കാഴ്ചപ്പാടുകൾ വെച്ച് പുലർത്താനുള്ള എല്ലാ സ്വാതന്ത്ര്യവും സഭയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിൽ ഏക ശരീരമായിരിക്കുമ്പോഴും ഇത്രയും വൈവിധ്യങ്ങൾ സഭയിൽ നിലനിൽക്കുന്നത്. നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഡൈവേഴ്സിറ്റി ഈസ് നോട്ട് ഡിവിഷൻ as long as you do not hate others in the name of these diversities.
ഈ വൈവിധ്യങ്ങളുടെ പേരിൽ അന്യനെ വെറുക്കാത്തിടത്തോളം കാലം വൈവിധ്യങ്ങളൊന്നും തന്നെ വിഭാഗീയതകളല്ല. ഈ വൈവിധ്യങ്ങളാണ് കത്തോലിക്ക സഭയുടേതെന്ന് മാത്രമല്ല ഏതൊരു കമ്മ്യൂണിറ്റിയുടെയും യഥാർത്ഥ മനോഹാരിത എന്ന് പറയുക. ഈ വൈവിധ്യങ്ങളിലല്ല വിഭാഗീയത കുടികൊള്ളുന്നത്. ഈ വൈവിധ്യങ്ങളുടെ പേരിൽ അസ്വസ്ഥമാകുന്ന, അന്യനെ വെറുക്കുന്ന എൻ്റെയും നിങ്ങളുടെയും മനസ്സിലാണ് വിഭാഗീയത നിലകൊള്ളുന്നത്.